Dear students, welcome to Easy Maths Institute. നമ്മൾ ഇന്ന് എക്സസൈസ് 2.1ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇത് 1 2 3 4 എന്ന ആൻസർ പറയുന്നതിലുപരി എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാമിന് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇതിൻ്റെ റീസൺ അടക്കം മനസ്സിലാക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? ദ ഗ്രാഫ് ഓഫ് P of x, എന്താ തന്നിട്ടുള്ളത്? ഗ്രാഫ് ഓഫ് P of x are given in the figure below. For some polynomial P of x, find the number of zeros in each case. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ആൻസർ പറയാം, രണ്ടാമത്തത് ഇതിൻ്റെ റീസൺ പറയാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ഇങ്ങനെ പോകുന്ന ലൈന്, അത് എക്സ് ആക്സിസിൽ, ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ എത്ര തവണ ടച്ച് ചെയ്യുന്നു അത്രയും നമ്പർ ഓഫ് സീറോസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ ഒരു ലൈന് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് സീറോ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, നമ്പർ ഓഫ് സീറോ ഇല്ല ഈ ഗ്രാഫിന്. പിന്നെ രണ്ടാമത് ഇവിടെ എത്ര പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട്? ഒറ്റ പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സീറോ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇവിടെ എത്ര പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട്? 1 2 3. ഇവിടെ നമ്പർ ഓഫ് സീറോ എന്ന് പറയുന്നത് 3 ആണ്. ആൻസർ 3 ആണ്. ഓക്കെ, ഇവിടെ എത്ര പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട്? 1 2. അപ്പോൾ നമ്പർ ഓഫ് സീറോ എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ എത്ര പ്രാവശ്യം ടച്ച് ചെയ്യുന്നു? 1 2 3 4. അപ്പോൾ നമ്പർ ഓഫ് സീറോ എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ എത്ര തവണ ടച്ച് ചെയ്യുന്നു? 1 2 3 അല്ലേ? 3 പ്രാവശ്യം. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് സീറോ 3 ആണ്. അപ്പോൾ ഇതിങ്ങനെ ആൻസർ എത്ര പ്രാവശ്യം ടച്ച് ചെയ്യുന്നു നോക്കിയാൽ മതി, അതാണ് അതിൻ്റെ നമ്പർ ഓഫ് സീറോ. അതിലുപരി ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ y ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോളിനോമിയൽ, എക്സാമ്പിൾ 2x + 3, ഇങ്ങനെ ഒരു പോളിനോമിയൽ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കുമ്പോൾ y 0 ആയി മാറും. ഓക്കെ, എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കുമ്പോൾ y 0 ആവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും y 0 ആവില്ല. ഓക്കെ, അതാണ് ഇത് എക്സിൽ ടച്ച് ചെയ്യാതെ പോകുന്നത്, ഈ ലൈൻ ഇങ്ങനെ എക്സിൽ ടച്ച് ചെയ്യാതെ പോകുന്നത്. ഇവിടെ എക്സിൻ്റെ ഒരൊറ്റ വാല്യൂവിൽ മാത്രമേ എന്താവുള്ളൂ? y 0 ആവുന്നുള്ളൂ. അത് ഏകദേശം 2.5 എന്ന് പറയുന്നൊരു വാല്യൂവിന് മാത്രമേ y എന്തായിട്ട് മാറുള്ളൂ? 0. അതായത് എക്സിന് വരെ നമ്മൾ 2.5 എന്ന് കൊടുക്കുമ്പോൾ എക്സാമ്പിൾ പറയുന്നതാണേ, ഇതിൻ്റെ ആൻസർ അല്ല. പറയുമ്പോൾ y 0 ആയി മാറുന്നു. y 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടച്ച് ചെയ്യും. എക്സ് എന്ന് പറയുന്നത് 2.5 ആയിരിക്കും, y എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആക്ച്വലി നിങ്ങൾക്ക് y എന്ന് പറയുന്ന പോയിന്റ് അറിഞ്ഞൂടെ? y ഇങ്ങനെ മേലോട്ടും താഴോട്ടും പോകുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ y 0 ആണ്. ഇങ്ങോട്ട് പോയാൽ y 1 ആവും, 2 ആവും, 3 ആവും. താഴോട്ട് പോയാൽ -1 ആവും, -2 ആവും. അപ്പോൾ ഈ 0 എന്ന് പറയുമ്പോഴാണ് ഇവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നത് y 0 ആവുമ്പോഴാണ്. അപ്പോൾ y 0 ആവുന്ന എക്സിൻ്റെ വാല്യൂ ആണ് 2.5. ഇവിടെ എക്സിന് നമ്മൾ 3 വാല്യൂസിലും y 0 ആവും. ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ. ഇവിടെ 3 സെപ്പറേറ്റ് വാല്യൂസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താവും? y 0 ആയിട്ട് മാറുന്നുണ്ട്. y 0 ആവെന്ന് പറഞ്ഞാൽ ഈ എക്സ് ലൈനിൽ ടച്ച് ചെയ്യുക ഗ്രാഫ്. എന്നുവെച്ചാൽ വൈക്ക് മേലോട്ടോ താഴോട്ടോ പോകുന്ന പോയിന്റ്സ് ഇല്ല. മേലോട്ട് പോകണം പോസിറ്റീവ് നമ്പേഴ്സ് വരണം, താഴോട്ട് വരണം നെഗറ്റീവ് നമ്പേഴ്സ് വരണം. പക്ഷേ y 0 ആകുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യാൻ മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു നട്ട്ഷൽ എന്ന് പറയുന്നത്. ഓക്കെ, y എപ്പോൾ 0 ആവുന്നു? y 0 ആവുമ്പോൾ നമ്മുടെ ഗ്രാഫ് എന്താവും? y 0 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും ടച്ച് ചെയ്യുക ഗ്രാഫ്. ഇവിടെ എക്സിന് ഉദാഹരണത്തിന് x 1 -1 -2 -3 ആണ് എക്സിൻ്റെ വാല്യൂ. പക്ഷേ y എന്ന് പറയുന്നത് ഇങ്ങനെ മുകളിലോട്ട് താഴോട്ട് പോകുന്ന വാല്യൂ ആണ്. മുകളിലോട്ട് പോകുമ്പോൾ +1 +2 അങ്ങനെ പോകും, താഴോട്ട് പോകുമ്പോൾ -1 -2 അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ എത്രയാണ്? 0 ആണ്. അപ്പോൾ y 0 ആകുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യുക. മനസ്സിലായില്ലേ? സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസ് 2.2 കാണാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.